നമ്മുടെ അടുത്ത് കുറച്ചും കൂടി നാടൻ നല്ല ഇഞ്ചി വിത്തും കൂടി ഉണ്ട് കേട്ടോ. ഇത് എങ്ങനെ നടണ്ടേന്നൊക്കെ ഉള്ളതൊന്ന് പറഞ്ഞുതരാൻ വേണമെങ്കിൽ ഒരു 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 കിലോനൊക്കെ മേടിക്കുകയാണെന്നുണ്ട് വെച്ചെങ്കിൽ നമുക്കൊരു 100 ഗ്രാമിനെ എന്താക്കാം 4 പീസാക്കാം. ഇതാണല്ലോ ഇങ്ങനെ മുളച്ച് വന്നിട്ടുള്ള സാധനങ്ങളാണ് കേട്ടോ. മുളച്ച് വന്നിട്ടുള്ള സാധനമാണ്. അപ്പോൾ ഇതിങ്ങനെ ഓരോ പീസാക്കിയിട്ട് നമുക്ക് നടാം. ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു 100 ഗ്രാം വരുന്ന ഇഞ്ചി എടുത്തിട്ട് അതിനെ ഓരോ പീസാക്കിയിട്ട് ചെറുതായിട്ട് നടാം. അപ്പോൾ 1 കിലോനൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസിൽ നടാൻ കഴിയും. അപ്പോൾ അത് എങ്ങനെ നടുക എന്നൊക്കെ ഉള്ള ഡീറ്റെയിൽസ് വേണമെങ്കിൽ ഞാൻ അച്ഛനോട് കൂടി ചോദിച്ചിട്ട് കൃത്യമായിട്ട് പറഞ്ഞുതരാം. ഓക്കെ. ഞാനിത് ശരിക്കും ഒരു 2 കിലോന് ഇഞ്ചിയൊക്കെ വാങ്ങിയിട്ടാണ് ഞങ്ങൾ നട്ട് തുടങ്ങി കേട്ടോ. അപ്പോൾ അതെങ്ങനെ ശരിക്കും ഞാനിത് ഇഞ്ചി വാങ്ങുക മാത്രമേ ചെയ്തിട്ടുള്ളൂ. നടലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അച്ഛനാണ്. അപ്പോൾ അച്ഛനോട് ചോദിച്ചു നോക്കാം എങ്ങനെ നടുക എന്നുള്ളത്. കാരണം നമ്മൾ ഇത് ശരിക്കും ഒരു 2 കിലോന് ഇഞ്ചിയല്ലേ നമ്മൾ വാങ്ങിയിട്ടില്ലേ. അപ്പോൾ എങ്ങനെ നമ്മളെ പറമ്പിൽ എങ്ങനെ നട്ടത് ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് കൃത്യമായിട്ടൊന്ന് പറഞ്ഞുതരുമോ? ഇതൊരു 100 ഗ്രാമിന്റെ തൂക്കം ആണെങ്കിൽ അതിലൊരു എന്താ പറയാ 4 ആക്കുക. 20-25 മില്ലിഗ്രാം വീതം ഒരു പീസ് ഇടാം. ഇത്ര ഇടാം. അതിൽ ചെറുതും ആക്കാം. അതിപ്പോ ഓരോ പീസുകൾ ഇങ്ങനെ വരുന്നത് ഒരു 30 ഗ്രാം വീതം, ഗ്രാം 30 മില്ലിഗ്രാം വീതം ആക്കിയിട്ടുള്ള ഓരോ പീസ് നടുക. അതാണ് നടേണ്ട പീസുകൾ. എങ്ങനെ നടുക വെച്ചാല് ഇപ്പൊ ഭാരം വെട്ടിയിട്ട് വെള്ളം കെട്ടി നിൽക്കരുത്. ഇതിപ്പോ നമ്മള് ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാല് ആ ആള് ഫസ്റ്റ് ഇത് കൊണ്ടുപോയിട്ട് എന്താ ചെയ്യണ്ടേ? ഇത് പീസാക്കുക. ആദ്യം പീസുകളാക്കുക. ഒരു 100 ഗ്രാം ഉള്ളത് ഒരു 4 ആക്കുക. 25 മില്ലിഗ്രാം വീതം ആക്കിയിട്ട് നടുക. അതിന് ആദ്യം എന്താ പറയാ കുമ്മായം ഇട്ടിട്ട് മണ്ണൊക്കെ ശരിയാക്കണം. ഭാരം വെട്ടി അതിൽ കുമ്മായം ഇട്ട് ഇളക്കി ഒരാഴ്ചയൊക്കെ ഇടണം എന്നാണ് പറയുക ശരിക്കും. അപ്പൊ ഈ പുതുമഴയിൽ നടാം. പുതുമഴയിൽ നടാം. ഏത് സമയത്ത് നടാം. അതേപോലെ ഗ്രാ ബാഗിൽ നടാം. അങ്ങനെയൊക്കെ നടാൻ പറ്റും. ചാണകപ്പൊടി ഇടാ, എല്ലുപൊടി ഇടാ, എന്ത് വേണേലും ഇടാ. ചാണകപ്പൊടി മാത്രം ഇട്ടിട്ടും നടാം. അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത്. പിന്നെ പൊത ഇടണം. പിന്നെ പച്ചില വളങ്ങളും ഇട്ട് കൊടുക്കണം. പൊത ഇട്ടിട്ട് പിന്നെ പച്ചില പിന്നെ വളം കാര്യങ്ങളൊന്നും ചെയ്യാം. പിന്നെ വളങ്ങൾ വേണം. കിളിച്ചൊക്കെ വരുന്ന സമയത്ത് നല്ല ഇലയൊക്കെ പച്ചപ്പും നല്ലത് കിട്ടാൻ ചാണകം കലക്കി ഒഴിക്കുക. പച്ച ചാണകം കലക്കി ഒഴിക്കുക. അത് ഏറ്റവും നല്ലതാണ്. ഇപ്പൊ നമ്മള് 10 കിലോനൊക്കെ നട്ടിട്ടാണല്ലോ നമ്മള് കഴിഞ്ഞ വർഷം വാങ്ങിയത്. ഒരു 10 കിലോന് നമുക്ക് ഏകദേശം എത്ര കിലോന്റെ വിളവ് കിട്ടിയിട്ടുണ്ടാവും ഒരു ഏകദേശ കണക്കില്? 1 കിലോ നട്ട് കഴിഞ്ഞാൽ ഒരു 20 കിലോ 30 കിലോനൊക്കെ കിട്ടും. ശരിക്കും നല്ല വിളവ് കിട്ടണമെങ്കിൽ. നമ്മൾ വാങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല വില ഉണ്ടായിരുന്നില്ലേ? 230 റുപ്യോളം വില. അങ്ങനെയാണ് നട്ടത്. ഇപ്പൊ നമുക്ക് എത്ര റുപ്യക്ക് കൊടുക്കാം? ഇപ്പൊ നമ്മളിപ്പോ കൊടുക്കണത് 100 റുപ്യ ആയിട്ടാണ് കൊടുക്കണത്. ഇപ്പൊ 1 കിലോ നമുക്ക് ഓൺലൈനായിട്ട് അയച്ചു കൊടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ കിലോയ്ക്ക് ഒരു 130 റുപ്യക്ക് അയച്ചു കൊടുക്കാൻ പറ്റും. 130-140 റുപ്യൊക്കെ ആവും അയച്ചു കൊടുക്കാം. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നല്ല വിത്താണ്. ചുങ്ങിയിരിക്കണ നാടൻ വിത്താണ്. അപ്പൊ നല്ല നാടൻ ഇഞ്ചി വേണമെന്നുണ്ടെങ്കിൽ നമ്മളായിട്ട് ബന്ധപ്പെട്ടാൽ മതി. ഫോൺ നമ്പറും കാര്യങ്ങളും ഡീറ്റെയിൽസും താഴെ കൊടുക്കാം. അപ്പോൾ ഈ പുതുമഴയത്ത് നട്ടിട്ട് കൃഷി ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സാധനമാണ് കേട്ടോ ഇഞ്ചി. നല്ല നാടൻ